മഹാകുംഭമേളയിൽ പങ്കെടുത്ത് പുണ്യസ്നാനം ചെയ്തതിനെ വിമർശിച്ചെത്തിയവർക്ക് മറുപടിയുമായി സിനിമാ സീരിയൽ താരം ശ്രീകുട്ടി. കുംഭമേളയിൽ പോയിട്ട് വന്നിട്ട് 2 ആഴ്ചയിൽ കൂടുതലായി. ഇതുവരെ തനിക്കൊരു ജലദോഷമോ ചുമയോ പനിയോ ദേഹം ചൊറിച്ചിലോ ഒന്നും ഉണ്ടായിട്ടില്ലെന്നും മോശം കമന്റ് ഇടുന്നവർക്കാണ് യഥാർത്ഥത്തിൽ ചൊറിച്ചിലെന്നും താരം പറയുന്നു. ഈ തിരക്കിനിടയിലും ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ള കാരണമുണ്ട്. മഹാകുംഭമേളയുടെ ഭാഗമാകാൻ എനിക്കും എന്റെ ഭർത്താവിനും കഴിഞ്ഞിരുന്നു. പോകാൻ പറ്റാത്തവരൊക്കെ ഞങ്ങൾക്കൊപ്പം ആ യാത്രയിൽ കൂടിയിട്ടുണ്ടായിരുന്നു. എന്നാൽ 100-ൽ 60% പേരും ഇതിനെതിരായിരുന്നു. ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട്, കൂടുതലും നെഗറ്റീവാണ്. ഇപ്പോഴും പലരും മെസ്സേജ് അയക്കുന്നുമുണ്ട്. അതുകൊണ്ട് എനിക്കതിവിടെ പറയണമെന്ന് തോന്നി. കമന്റ് ചെയ്തവർ ഈ വീഡിയോ കാണുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. എന്നാലും കാണുന്നവർ കുറച്ചു പേരെങ്കിലും ഉണ്ടാവും. ഞങ്ങൾ കുംഭമേളയിൽ പോയി വന്നിട്ട് 2 ആഴ്ചയിൽ കൂടുതലായി. ഞങ്ങൾക്ക് ഇതുവരെ ഒരു ജലദോഷമോ ചുമയോ പനിയോ ദേഹം ചൊറിച്ചിലോ ഒന്നും ഉണ്ടായിട്ടില്ല. ഈ കമന്റ് ഇടുന്നവർ ചൊറിയുന്നതല്ലാതെ ഞങ്ങൾക്കൊരു ചൊറിച്ചിലോ കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല. ഞങ്ങൾ ഇവിടെ ത്രിവേണി സംഗമത്തിലാണ് സ്നാനം ചെയ്തത്. അവിടെ സ്നാനം ചെയ്ത ദിവസം കുളിക്കാൻ പറ്റിയിരുന്നില്ല. കാരണം റൂം എടുത്തില്ലായിരുന്നു. 2 ദിവസം ഞങ്ങൾ സോപ്പ് ഉപയോഗിച്ച് കുളിച്ചിട്ടില്ല. വെറുതെ ഒന്ന് മുങ്ങി കുളിച്ചതേ ഉള്ളൂ. അതിൽ കുളിച്ചിട്ട് ഇന്ന് വരെ ഞങ്ങൾക്ക് ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല എന്നതാണ് സത്യം. മുടിക്കോ ദേഹത്തിനോ മണമോ ചൊറിച്ചിലോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നീട് വീട്ടിൽ വന്ന ശേഷമാണ് മുടി വരെ കഴുകിയത്. പ്രയാഗരാജിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്തിരുന്നു. അപ്പോഴത് കുറച്ച് കലങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത് തെളിഞ്ഞു. മിനറൽ വാട്ടർ പോലെയാണ് ഇപ്പോഴുള്ളത്. ഈ വെള്ളം എന്റെ കുട്ടിക്കും അടുത്തുള്ള വീട്ടിലുമൊക്കെ കൊടുത്തു. അവരും അത് തലയിലൊഴിച്ചു. അവർക്കാർക്കും ഒരു കുഴപ്പവും വന്നിട്ടില്ല. ഇത് കള്ളം പറയുന്നൊന്നുമല്ല. ജാതിമത ഭേദമില്ലാതെ ആർക്ക് വേണമെങ്കിലും അവിടെ പോകാം. എന്തിനാണ് എന്തറിഞ്ഞിട്ടാണ് ഇങ്ങനെ മോശം കമന്റ് ചെയ്യുന്നത്? കോടിക്കണക്കിന് ആളുകൾ വന്നതല്ലേ. പാർട്ടിപരമായാണ് കൂടുതലും കമന്റ് വന്നിട്ടുള്ളത്. എനിക്കൊരു പാർട്ടിയുമില്ല. ഞാൻ ദൈവവിശ്വാസിയാണ്. ഇനി ഇതിലെ സയന്റിഫിക് കാര്യങ്ങൾ പറഞ്ഞു തരാം. ജൂപ്പിറ്ററിന് ചുറ്റും സൂര്യനും ചന്ദ്രനും ചുറ്റുമ്പോൾ ഒരു പ്രത്യേക എനർജി ഉണ്ടാവും. ആ എനർജി ഈ വെള്ളത്തിലാണ് ചെന്ന് പതിക്കുന്നത്. അങ്ങനെയാണ് ഈ വെള്ളത്തിന് ശക്തി ലഭിക്കുന്നത്. 63 കോടി ജനങ്ങളാണ് വന്നുപോയത്. ശുചിമുറികൾ തന്നെ ഇഷ്ടം പോലെ അവിടെയുണ്ട്. നമ്മൾ തന്നെ വൃത്തികേടാക്കുന്ന സാഹചര്യം മാത്രമാണ് അവിടെയുള്ളത്. ഇടയ്ക്കിടയ്ക്ക് വൃത്തിയാക്കുന്നുമുണ്ട്. നിങ്ങൾ എന്തിനാണ് അധിക്ഷേപിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ഇങ്ങോട്ട് കയറി ഒന്നും പറയണ്ട. എനിക്ക് എന്തെങ്കിലും വന്നാൽ ഞാൻ സഹിച്ചുകൊള്ളാം. നിങ്ങൾ എന്തിനാണ് അതോർത്ത് വിഷമിക്കുന്നത്? കുംഭമേളയിൽ പോയതുകൊണ്ട് ഞാൻ നാടിന്റെ ശാപമാണത്രേ. അങ്ങനെ എന്തെല്ലാം രീതിയിലുള്ള മോശം രീതിയിലുള്ള കമന്റ്സ് ആണ്. സാധാരണ വീഡിയോസിന് വരുന്ന കമന്റ്സ് പോലെയല്ല ഇത്. എല്ലാം നല്ല രീതിയിലാണ് അവിടെ ഒരുക്കിയിട്ടുള്ളത്. ആർക്ക് വേണമെങ്കിലും അവിടെ പോയി മുങ്ങിക്കുളിക്കാം. ഇത് നമുക്ക് കിട്ടിയ ഭാഗ്യമാണ്. ഞങ്ങൾ കാറിൽ ഡ്രൈവ് ചെയ്ത് കിലോമീറ്ററുകൾ താണ്ടിയാണ് അവിടെ എത്തിയത്. 5000 കിലോമീറ്ററോളം സഞ്ചരിച്ചു. റൂം കിട്ടിയില്ല എന്നത് ബുദ്ധിമുട്ടിച്ചു. നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതും ഒന്നുമല്ല. അവിടെ പോയി അനുഭവിക്കണം. ഇനി അടുത്ത 144 വർഷം കഴിഞ്ഞാണ് അടുത്ത മഹാകുംഭമേള വരികയുള്ളൂ. നമ്മുടെ തലമുറയ്ക്ക് കിട്ടിയ ഭാഗ്യമാണിത്, താരം വ്യക്തമാക്കി. പുതിയ സിനിമാ സീരിയൽ വാർത്തകൾക്കായി ഈ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.